നമസ്കാരം. എൻ്റെ പേര് തങ്കപ്പൻ. ഞാൻ തൃശ്ശൂർ ജില്ല അടാട്ട് പഞ്ചായത്തിൽപ്പെട്ട ഉടലക്കാവ് എന്ന സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. 2003 ആണ് എനിക്ക് എൻ്റെ ചെവിയുടെ ഈ ഇടത് ചെവിയുടെ മുകളിലായിട്ട് റാ എന്ന് എഴുതിയ പോലെ ഒരു ഇത്രയും വട്ടത്തിൽ മുടി കൊഴിഞ്ഞുപോയി. പിന്നീട് അത് വരുന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ അത് കണ്ടപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് പുഴുക്കടിയാണ്. അപ്പോൾ അത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, വേറെ ഒന്നും പോകാണ്ട. നിങ്ങൾ ഒരു നാട്ടിൽ കിട്ടുന്ന ഒരു ഇലയുണ്ട്, നല്ല ഒരച്ചിലുള്ള നല്ലൊരു ഇലയുണ്ട്. ആ ഇല എടുത്തിട്ട് രക്തം പൊടിയുന്നത് വരെ ഈ ഭാഗത്ത് നന്നായിട്ട് നിങ്ങൾ ഉരച്ച് കുറച്ച് നാളങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടപാടെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇല അന്വേഷിച്ച് കണ്ടെത്തി ഈ ഇല കൊണ്ടുവന്ന് ഇങ്ങനെ ഉരയ്ക്കാൻ തുടങ്ങി. അതികഠിനമായിട്ടുള്ള വേദന തന്നെയാണ്. എന്തായാലും ഞാൻ സഹിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നമുക്ക് പോകുമ്പോഴുള്ള ഒരു വിഷമം പറഞ്ഞറിയിക്കാണ്ടതല്ലോ. ഇത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന രൂപത്തിൽ ഒരു റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല. പിന്നെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പറയാനായിട്ട് തന്നെ ഒരു ഭയപ്പാടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം കളിയാക്കും. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. ഈ കാന്താരി മുളക് വെച്ചിട്ട് ഞാൻ അപ്പോഴത്തേക്കും എന്റെ പുരികം അധികമില്ലെങ്കിലും പുരികത്തിന്റെ രോമങ്ങൾ ഇല്ല, മീശയില്ല, ശരീരമാസകലുള്ള രോമങ്ങളും ഒന്നും തന്നെ ഇല്ല. മുടി ആകെ കഷണ്ടി രൂപത്തില് കണ്ണാടിമേ എങ്ങനെ നമ്മൾ തൊടുന്നത് ആ രൂപത്തിലായി. പിന്നീട് ഇതൊന്നും ഒരു ഫലപ്രാപ്തി കിട്ടാതെ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൃശ്ശൂരുള്ള ഒരു അലോപ്പതി ഡോക്ടറെ, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. വീണ്ടും അങ്ങനെ ഒരു 4ഓളം അലോപ്പതി ഡോക്ടർമാരെ ഞാൻ കണ്ടു. ഒന്നിനും ഒരു പരിഹാരം കിട്ടിയില്ല. അലോപ്പതിനെ കുറ്റം പറയല്ല, താഴ്ത്തിക്കെട്ടല്ല, അവരാരും മോശക്കാരല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് എന്തോ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു ഫലം കിട്ടിയില്ല. പിന്നെ ഞാനത് ഇനിയിപ്പോ വേണ്ട, ഇത് നിർത്തലാക്കാം എന്നുള്ള രൂപത്തില് തൊപ്പി ക്യാപ്പ് തന്നെ ധരിച്ച് നടക്കാം എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് നമ്മുടെ 2019 ഒരു നിമിത്തം എന്നോണം കെ സുധാകരൻ സാറിന്റെ, കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് കെ സുധാകരൻ സാറ് കേരള ഹൗസിൽ താമസമുണ്ടായിരുന്നു. അപ്പോ ഞാൻ റൂമിൽ ചെന്നപ്പോ എന്റെ തല കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, എറണാകുളത്ത് ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, അതായത് കൊച്ചിലാട്ട് ഹോമിയോ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ അവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് ധൈര്യമായിട്ട് പോകോ എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് ലീവിന് വന്ന് ഞാൻ ഈ ക്ലിനിക്ക് തേടി പിടിച്ച് അവിടെ എത്തി. എന്നെ കൗൺസിലിംഗ് നടത്തി, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ വിഷമകരമായിട്ടുള്ള ഈ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ കാന്താരി മുളകിന്റെ ഈ പ്രയോഗം കേട്ടപ്പോൾ ഡോക്ടർ ആകെ അമ്പരന്ന് പോയി. തലയിൽ കൈവച്ചു. എന്താ ഈ ആരും കാണിക്കാത്ത ഒരു വിക്രസാണല്ലോ നിങ്ങൾ കാണിച്ചത്. ഞാൻ ട്രീറ്റ്മെന്റ് തരും, ആ ട്രീറ്റ്മെന്റ് 6 മാസക്കാലം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. 6 മാസം എനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ച് ഡൽഹി പോയി കണ്ടിന്യൂ ചെയ്തു. അവിടെ ചെന്നിട്ട് എനിക്ക് അത്ഭുതം എന്ന മട്ടില്, അതായത് കണ്ണാടി പോലെ ഇരുന്ന എൻ്റെ തലയോട്ടി എനിക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരയ്ക്കാനായിട്ടുള്ള ഒരു ഉരച്ചല് വന്നു. അപ്പൊ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നപ്പോൾ മുഴുവനായിട്ട് വന്നില്ലെങ്കിലും പോയ സ്ഥലങ്ങളിലൊക്കെ ഈ മുടി കിളിർത്തു വന്നു. സന്തോഷം. പിന്നെ വന്നതൊക്കെ ഇങ്ങനെ കുറ്റിയായിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഞാൻ കുറച്ച് നാളായിട്ട് ഒരാഴ്ച ആയിട്ടില്ല ഞാൻ തലമുടി വെട്ടിയിട്ട്. മുടി ഈ പരുവത്തില് ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത് എന്ത് സംഭവിച്ചു, ഇത് എന്താ സംഭവിച്ചു, വിഗ് വെച്ചതാണോ, ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ആൾക്കാരോട് ഞാൻ പറഞ്ഞേ ഇതൊരു അത്ഭുത സിദ്ധിയാണത്. എന്റെ ഒരു ദൈവനിമിത്തം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് എന്നെ എത്തിച്ചത്. അത് എന്നെ ആള് പറഞ്ഞിട്ടാണ്. അതായത് സുധാകരൻ സാറിന്റെ ഒരു കെയർ ഓഫിലാണ് ഞാൻ അവിടെ ചെന്നത്. അതൊരു ദൈവം പോലെയാണ് ഇറങ്ങി വന്നത്. 2003 മുൻപ് തുടങ്ങിയ ഒരു വിഷയം 2019 വരെ, ഞാൻ ഡോക്ടറെ കാണുന്നതിന്, ഈ ചികിത്സ കിട്ടുന്നതിന് മുൻപ് വരെ എന്റെ അവസ്ഥ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, തലമുടിയില്ല, കണ്ണാടി പോലെയാണ്, പുരികയില്ല, മീശയില്ല, ആകെ ഒരു വികൃത രൂപം.
ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങി നടക്കാനും ആൾക്കാരുടെ മുഖത്ത് നോക്കാനും ഓരോ സദ്യകൾക്കായാലും മറ്റുള്ള എന്തെങ്കിലും വിളിക്കുന്ന ഏതെങ്കിലും പരിപാടികൾക്കൊക്കെ പോകാനും അവരോടൊപ്പം ഇരിക്കാനും സല്ലപിക്കാനും ഒക്കെ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ ഡോക്ടർ അനുഷ മേഡത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സഹായം കൊണ്ടാണ്, ചികിത്സാ സഹായം കൊണ്ടാണ്. അതെനിക്ക് ആരുടെ മുമ്പിലും എന്താ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് എനിക്ക് പറയാം, എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കൊച്ചിലാട്ട് ഹോമിയോ കെയർ യൂണിറ്റിലെ നമ്മുടെ ഡോക്ടർ പ്രിയങ്കരിയായിട്ടുള്ള മിടുമിടുക്കിയായിട്ടുള്ള ഡോക്ടർ അനുഷയുടെ ചികിത്സാർത്ഥാണ് എനിക്കിത് കൈവന്നത്. നേരത്തെ എൻ്റെ 2003 ശേഷം അല്ല അതിനു മുൻപ് എങ്ങനെയായിരുന്നു ആ രൂപത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ഈ പ്രശ്നം അലട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യസമാധാനം ഡോക്ടറെ വിളിക്കൂ, അവിടെ ചെല്ലൂ, ചികിത്സ തേടൂ. പറയുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഡോക്ടർമാരിൽ നിന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനേക്കാളും വേഗത്തിൽ തന്നെ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്.